2024-25 സാമ്പത്തിക വർഷത്തേക്ക് ബഹുമാന്യനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിനെ ഞാൻ പിന്തുണക്കുന്നു. കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി കേരളത്തെ ഞെരുക്കുമ്പോഴാണ് സംസ്ഥാനത്തിൻ്റെ സേവന മേഖലയെയും പശ്ചാത്തല മേഖലയെയും പരിപോഷിപ്പിക്കാൻ ലക്ഷ്യമിട്ട് മികച്ചൊരു ബജറ്റ് ധനമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന കടബാധ്യതയെക്കുറിച്ച് പ്രതിപക്ഷാംഗങ്ങളിൽ പലരും ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് രോഷം കൊള്ളുന്നത് കേട്ടു. സാർ, കടമെടുക്കുന്ന പണത്തിൽ നിന്ന് ഞങ്ങളുടെ നിയോജക മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾക്ക് പണം വേണ്ട എന്നവരാരും പറയുന്നത് കേട്ടില്ല താനും. സാർ, കേരളം ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ഇന്ത്യക്ക് മാതൃകയാണ്. സമാധാനവും ശാന്തിയും ജനങ്ങൾക്കിടയിലെ സ്നേഹവും സൗഹാർദ്ദവുമാണ് എല്ലാ വികസനത്തിൻ്റെയും അടിസ്ഥാനം. അത് ഇന്ത്യ രാജ്യത്ത് അതിൻ്റെ പൂർണ്ണതയിൽ നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇന്ത്യ ലോക സാമ്പത്തിക ശക്തിയായി വളരുന്നു എന്നാണ് പ്രധാനമന്ത്രിയുടെ അവകാശവാദം. പൗരന്മാർക്ക് സ്വാതന്ത്ര്യവും സ്വസ്ഥതയുമില്ലാത്ത രാജ്യം എങ്ങനെയാണ് സാർ അഭിവൃദ്ധിപ്പെടുക? പരസ്പര വിശ്വാസത്തിലും ചങ്ങാത്തത്തിലും കഴിഞ്ഞിരുന്ന ഹിന്ദു, മുസ്ലിം, ക്രൈസ്തവ ജനവിഭാഗങ്ങളെ ശത്രുക്കളാക്കി മാറ്റിയതല്ലാതെ എന്ത് നേട്ടമാണ് കഴിഞ്ഞ 10 വർഷം ഇന്ത്യ നേടിയത്? അദാനിക്കും അംബാനിക്കും മറ്റ് കോർപ്പറേറ്റുകൾക്കും രാജ്യത്തിൻ്റെ സമ്പദ്ഘടന തീരെഴുതി കൊടുത്തതാണോ ഇന്ത്യയുടെ വലിയ നേട്ടം? സാർ, റിസർവ് ബാങ്കിൻ്റെ കണക്കനുസരിച്ച് കേരളത്തിൻ്റെ നികുതി വരുമാനത്തിൻ്റെ 79% സംസ്ഥാനത്ത് നിന്ന് പിരിക്കുന്ന നികുതിയാണ്. സാർ, 21% മാത്രമാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന നികുതി വരുമാനം. അഥവാ കേന്ദ്രം കേരളത്തിൽ നിന്ന് 100 രൂപ നികുതി പിരിച്ചു കൊണ്ടുപോകുമ്പോൾ 21 രൂപയെ തിരിച്ച് അവർ നമുക്ക് നൽകുന്നുള്ളൂ. UPക്ക് 46 രൂപയാണ് കേന്ദ്രം നൽകുന്നത്. ബീഹാറിന് 70 രൂപ കേന്ദ്രം അനുവദിക്കുന്നു. ഇന്ത്യൻ ശരാശരി അത് 35 രൂപയാണ്. നമുക്ക് കിട്ടുന്നതോ കേവലം 21 രൂപ മാത്രം. അതുതന്നെ ബോധപൂർവം വൈകിപ്പിക്കുന്നു. ഇതിനെതിരെ ഒരക്ഷരം പറയാൻ പ്രതിപക്ഷത്തിന് എന്താണ് സാധിക്കാത്തത്? സാർ, നാം നേടിയ പുരോഗതിയാണ് നമുക്ക് വിനയാകുന്നത്. UPയും ബീഹാറും ഗുജറാത്തും ജനങ്ങളുടെ ജീവിത നിലവാരത്തിൻ്റെ കാര്യത്തിലും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയുടെ കാര്യത്തിലും കേരളത്തിൻ്റെ ഒപ്പമെത്തണമെന്നുണ്ടെങ്കിൽ 1 നൂറ്റാണ്ട് കഴിഞ്ഞാൽ പോലും സാധിക്കും എന്ന് തോന്നുന്നില്ല. അത്രയും കാലം കേരളം ഈ അവഗണന സഹിക്കണമെന്നാണോ കേന്ദ്ര സർക്കാരിൻ്റെ പക്ഷം? സാർ, കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ എത്ര സർക്കാർ വിദ്യാലയങ്ങളാണ് മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി വികസിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചത്? കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾക്ക് സമാനമായി 10 വിദ്യാലയങ്ങളെങ്കിലും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കാണിച്ചു തരാൻ മോദിജിക്ക് സാധിക്കുമോ? കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കാട്ടിത്തരാൻ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഒക്കുമോ? പ്രാദേശിക ഭാഷകൾ പഠന ഭാഷയായി അംഗീകരിച്ച സർക്കാർ വിദ്യാലയങ്ങളിൽ ഇംഗ്ലീഷ് മീഡിയം ബാച്ചുകൾ രാജ്യത്തേതെങ്കിലും ഒരു പൊതുവിദ്യാലയത്തിൽ കാണിക്കാൻ അമിത് ഷാജിക്ക് കഴിയുമോ? സാർ, കേരളത്തിലെ ജനസംഖ്യ 3.5 കോടി വരും. അതിൽ 40 ലക്ഷം വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നു. ഏതാണ്ട് 40 ലക്ഷം ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ ജോലി നോക്കുന്നവരും വ്യാപാര കച്ചവട മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുമാണ്. ശേഷിക്കുന്നത് 2.70 കോടി ആളുകളാണ്. 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പൊതുവിദ്യാലയങ്ങളിൽ നമ്മളുടെ സംസ്ഥാനത്ത് പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം എത്രയാണെന്ന് നമ്മൾ എപ്പോഴെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? 35 ലക്ഷം കുട്ടികളാണ് കേരളത്തിൽ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്നത്. CBSE സ്കൂളുകൾ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, അൺഎയ്ഡഡ് സ്കൂളുകൾ ഉണ്ടല്ലോ കേരള സിലബസ് അനുസരിച്ച് പ്രവർത്തിക്കുന്നത്. അവയിൽ കേരള സംസ്ഥാനത്ത് എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും തിരക്കിയിട്ടുണ്ടോ? 3.5 ലക്ഷത്തിൽ താഴെയാണ് അത്തരം വിദ്യാലയങ്ങളിൽ നമ്മളുടെ സംസ്ഥാനത്ത് പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം. ഇക്കാര്യത്തിൽ കേരളത്തിന്റെ 100 നാഴിക അപ്പുറത്ത് നിൽക്കാൻ
ഇന്ത്യയിലെ ഏതെങ്കിലും BJP ഭരിക്കുന്ന സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇക്കാലം എത്രയും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? സാർ, ഉത്തർപ്രദേശിനായിട്ടുണ്ടോ? നമ്മളുടെ അടുത്തെത്താൻ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും സാധിക്കില്ല അവർക്ക്. സാർ, 5 ലക്ഷം സർക്കാർ ജീവനക്കാരിൽ പകുതിയിലധികം സർക്കാർ ശമ്പളം പറ്റുന്ന അധ്യാപകരുള്ള സംസ്ഥാനം കേരളമല്ലാതെ മറ്റേതുണ്ട്? സാർ, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം അർഹതപ്പെട്ടവർക്കെല്ലാം സൗജന്യമായി കിട്ടുന്ന സംസ്ഥാനം കേരളമല്ലേ ഉള്ളൂ? ഇന്ത്യ മഹാരാജ്യത്ത് 3,53,952 കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിൽ +1 ഈ അക്കാദമിക് ഇയറിൽ ചേർന്നിട്ടുണ്ട്. ആകെ +1 അൺഎയ്ഡഡ് സ്കൂളുകളിൽ ഈ അധ്യയന വർഷം ചേർന്ന കുട്ടികൾ 28,750 മാത്രമാണ്. 60 പുതിയ +1 കോഴ്സുകൾ കൊടുത്തതോടെ മലപ്പുറം ജില്ലയിൽ പോലും ഗവൺമെന്റ് എയ്ഡഡ് വിദ്യാലയങ്ങളിൽ 250ഓളം സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥിതിയുണ്ടായി. സാർ, മലപ്പുറം ജില്ലയുടെ +1 പഠന സൗകര്യം ഏറെക്കുറെ സമ്പൂർണമാക്കിയ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. 2023-24 അധ്യയന വർഷം സയൻസ് കോഴ്സുകൾ കേരളത്തിൽ സ്കൂളിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 4,420 കുട്ടികളും കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിൽ 27,330 കുട്ടികളുമാണ്. അങ്ങനെ ആകെ 31,750 കുട്ടികൾ. UDF ഭരണത്തിന്റെ അവസാന വർഷം അഥവാ 2015-2016 83,416 കുട്ടികളാണ് സ്കൂൾ കേരളയിൽ പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്തിരുന്നത് എന്നോർക്കണം. സാർ, മലപ്പുറം ജില്ലയിൽ ഇത് 25,733 ആയിരുന്നു UDFന്റെ അവസാന വർഷം. ഈ വർഷം 12,892 കുട്ടികളാണ് സ്കൂൾ കേരളയിൽ മലപ്പുറത്ത് നിന്ന് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, +1 അഡ്മിഷൻ നേടിയിരിക്കുന്നത്. ഇവരിൽ സയൻസ് വിഷയം എടുത്തിട്ടുള്ളവർ കോട്ടക്കലിലെയും മഞ്ചേരിയിലെയും എൻട്രൻസ് കോച്ചിംഗ് സെന്ററുകളോടനുബന്ധിച്ച പബ്ലിക് സ്കൂളിൽ പഠിക്കുന്നവരാണ്. മതപഠനശാലകളിലും അറബിക് കോളേജുകളിലും പഠിക്കുന്ന കുട്ടികളാണ്. സയൻസ് വിഷയത്തിനും കോമേഴ്സ് വിഷയത്തിനും ഏറ്റവും കൂടുതൽ പ്രൈവറ്റായി മലപ്പുറം ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കുട്ടികൾ പൊതുവിദ്യാലയത്തിൽ സൗകര്യമുണ്ടായാലും ആ വിദ്യാലയങ്ങളിൽ എത്തില്ല എന്നുള്ളതിന്റെ തെളിവാണ് +1 ഈ വർഷം 250 സീറ്റുകൾ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ ഒഴിഞ്ഞു കിടക്കുന്നതിന്റെ കാരണം എന്ന് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട്. സാർ, ആരോഗ്യരംഗത്തും നമ്മൾ നേടിയ പുരോഗതി സ്വപ്ന സമാനമല്ലേ? ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളിൽ ഒരു പഞ്ചായത്തിൽ അലോപ്പതി ഹെൽത്ത് സെന്ററുകളും ആയുർവേദ ഡിസ്പെൻസറികളും ഹോമിയോ ഡിസ്പെൻസറികളും പ്രവർത്തിക്കുന്നു? മറ്റൊരു സംസ്ഥാനത്തും ഇല്ല സാർ കേരളത്തെ പോലെ. സാർ, ഇന്നലെ എന്റെ സ്നേഹിതൻ N. ഷംസുദ്ദീൻ പറഞ്ഞു, ഇന്ത്യയിലെ ഭൂരിപക്ഷ സമുദായത്തിന്റെ ആഗ്രഹമാണ് രാമക്ഷേത്ര നിർമ്മാണമെന്ന്. ആരാണ് ലീഗ് സുഹൃത്തുക്കളോട് അത് പറഞ്ഞത്? സാർ, ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് രാമക്ഷേത്രം പണിയുക എന്നുള്ളത് ഇന്ത്യയിലെ ഭൂരിപക്ഷ സമുദായത്തിന്റെ ആഗ്രഹമല്ല. അത് RSSന്റെയും സംഘ് പരിവാറിന്റെയും ആഗ്രഹമാണ്. ഹൈന്ദവ സഹോദരന്മാരുടെ അട്ടിപ്പേറവകാശം നിങ്ങൾ BJPക്കും സംഘ് പരിവാറുകാർക്കും പതിച്ചു കൊടുക്കുകയാണ്. കേരളത്തിലെ BJPയുടെ അധ്യക്ഷൻ സുരേന്ദ്രന്റെ ഒരു ചടങ്ങിലെ സാന്നിധ്യം ഹൈന്ദവ മതപ്രാതിനിധ്യമായി ലീഗ് തെറ്റിദ്ധരിക്കുന്നു. SDPIയുടെ നേതാവ് ഒരു ചടങ്ങിൽ പങ്കെടുത്താൽ അതിനെ എങ്ങനെയാണ് മുസ്ലിം സമുദായ പ്രാതിനിധ്യമായി ലീഗ് കാണുക? സാർ, ഈ സഭയിൽ ജന്മം കൊണ്ടെങ്കിലും ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടവർ ധാരാളമുണ്ടല്ലോ. ഷംസുദ്ദീൻ, അങ്ങയോട് ഞാൻ ചോദിക്കുന്നു, ഈ സഭയിലെ ഏതെങ്കിലും ഒരാൾ പറയുമോ രാമക്ഷേത്രം ഞങ്ങളുടെ ആഗ്രഹമാണ് എന്ന്, ഞങ്ങളുടെ അഭിലാഷമാണ് എന്ന്? അങ്ങനെ ആരെങ്കിലും ഒരാൾ, കോൺഗ്രസിന്റെ പക്ഷത്തുള്ള ഒരാൾ പറഞ്ഞാൽ അങ്ങ് പറയുന്നത്, ലീഗ് പറയുന്നത് ഞാൻ കേൾക്കും, യാതൊരു തർക്കവും വേണ്ട. സാർ,
കുരങ്ങനെ ഏണി വെച്ച് കൊടുക്കുന്നത് പോലെയാണ് സംഘപരിവാറിന് ലീഗ് ഏണി വെച്ച് കൊടുക്കുന്നത്. ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ തങ്ങൾ പറഞ്ഞാലും മുസ്ലിയാർ പറഞ്ഞാലും ഞങ്ങൾ എതിർക്കും, എതിർക്കുക തന്നെ ചെയ്യും. ഒരു തർക്കവും ആർക്കും വേണ്ട. സാർ, വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഇന്നലെ പുറത്തു വന്നിരുന്നു. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ നിന്ന് കോൺഗ്രസിന്റെ സമുന്നത നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ കോൺഗ്രസിന്റെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെയും പ്രമുഖ നടിയും MP-യുമായിരുന്ന നർഗീസ് ദത്തിന്റെയും പേര് കേന്ദ്ര സർക്കാർ വെട്ടിയതായി വിജ്ഞാപനം പുറത്തു വന്നിരിക്കുന്നു. എത്ര കോൺഗ്രസ് നേതാക്കന്മാർ അതിനോട് പ്രതികരിച്ചു? അവരുടെ പ്രതിഷേധം നമ്മൾ എവിടെയെങ്കിലും കണ്ടോ? മികച്ച നവാഗത സംവിധായകനുള്ള ഇന്ദിരാഗാന്ധി പുരസ്കാരം ഇനിമേലിൽ അറിയപ്പെടുക മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം എന്നു മാത്രമായിരിക്കും. ഇന്ദിരാഗാന്ധിയുടെ പേര് വെട്ടിമാറ്റി ദേശീയോദ്ഗ്രഥനത്തെ കുറിച്ചുള്ള മികച്ച ഫീച്ചർ സിനിമക്ക് നൽകി വരുന്ന നർഗീസ് ദത്ത് പുരസ്കാരം ദേശീയവും സാമൂഹികവും പാരിസ്ഥിതികവുമായ മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന മികച്ച ഫീച്ചർ ഫിലിമിനുള്ള പുരസ്കാരം എന്നാക്കി മാറ്റി. സാർ, വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം പുറത്തിറക്കിയ ഗസറ്റിലാണ് ഈ മാറ്റം വന്നിരിക്കുന്നത്. മന്ത്രാലയം ഇതിനായി ചുമതലപ്പെടുത്തിയ സമിതിയിൽ മലയാളിയായ ഒരാളുണ്ട് എന്നുള്ളത് നമ്മെ വേദനിപ്പിക്കുന്നു. അത് മറ്റാരുമല്ല, കേരളത്തിലെ പ്രിയപ്പെട്ട സംവിധായകൻ പ്രിയദർശനാണ്. പ്രിയദർശന്റെ കൂടി കൊത്തിലാണ് ഇന്ദിരാഗാന്ധിയുടെ പേര് വെട്ടിമാറ്റിയത്. പ്രിയദർശനാണ് നർഗീസ് ദത്തിന്റെ പേര് വെട്ടിമാറ്റിയതിന് കൂട്ടുനിന്നത്. ഇത്രയും വലിയൊരു വാർത്ത വന്നിട്ട് കോൺഗ്രസ് നേതൃത്വം എവിടെയെങ്കിലും പ്രതികരിച്ചോ? ഇവരുടെ സമുന്നത നേതാവിന്റേതടക്കം പേരുകൾ വെട്ടിമാറ്റിയതിനെതിരായി അവരെവിടെയെങ്കിലും പ്രതിഷേധിച്ചോ? സാർ, അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തെ കുറിച്ചുള്ള പാർലമെന്റിലെ ചർച്ചയിൽ വിപ്പ് കൊടുത്ത് മുഴുവൻ MP-മാരെയും പങ്കെടുപ്പിച്ച കോൺഗ്രസിന്റെ കൂടെ എങ്ങനെ ലീഗ് നിൽക്കും? അസമിൽ നിന്നുള്ള കോൺഗ്രസ് യുവ MP ഇതൊരു അഭിമാന നേട്ടമാണെന്നൊക്കെ പ്രസംഗിച്ചത് കേട്ടില്ലേ? മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കൾ, നിങ്ങൾക്ക് എങ്ങനെ മൗനികളാകാൻ വേണ്ടി സാധിക്കും? സെട്ടു സാഹിബിന്റെയും ബനാത്തുവല സാഹിബിന്റെയും കായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെയും പാരമ്പര്യം അവകാശപ്പെടുന്ന മുസ്ലിം ലീഗിന് ഇക്കാര്യങ്ങളിൽ എന്ത് പറയാനുണ്ട് എന്നുള്ളത് എനിക്ക് ശേഷം പ്രസംഗിക്കുന്ന എന്റെ സുഹൃത്ത് TV ഇബ്രാഹിം സൂചിപ്പിക്കും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഈ ബജറ്റിനെ ഞാൻ പിന്തുണക്കുന്നു സാർ.